എനിക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ ഭാമിനി തന്നെയായിരിക്കുമെന്ന്. അല്ല, വസ്തുവൊക്കെ പുകഞ്ഞു കാണുമല്ലോ, കുറച്ച് കാശ് പൊടിച്ച് കളഞ്ഞതല്ലേ? കാശി ചോദിച്ചു കേട്ട് ഭാമിനി ചിരിച്ചു. നിനക്ക് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടി ചിലവാക്കും ഞാൻ? അത് പറയുമ്പോൾ അവിടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യം മറിഞ്ഞ് കാശി തന്നെ സ്നേഹിക്കാൻ അച്ഛനില്ലെന്ന കുറവ് നികത്തേക്കാണ് ഭാമിനി. മോനെ, നാളെ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കാം. നീ ഇതൊന്നും ആലോചിക്കേണ്ട, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. നീ റെസ്റ്റ് എടുക്ക്. വാശി പിടിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകരുത്, കേട്ടല്ലോ? ഭാമിനി ശാസനയോടെ പറഞ്ഞു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നാളെ വീട്ടിൽ പോണം. സ്റ്റിച്ച് എടുക്കാൻ വന്നാൽ മതി. പിന്നെ എനിക്കിവിടെ ശ്വാസം മുട്ടൊക്കെയാണ്. കാശി വേഗം പറഞ്ഞു. മോനെ, ഇൻഫെക്ഷൻ ആയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഭാമിനി വീണ്ടും പറഞ്ഞു. അതൊന്നും ഉണ്ടാകില്ല, ശ്രദ്ധിച്ചാൽ മതി. ഉറക്കവും കിട്ടുന്നില്ല. വീട്ടിൽ പോയാൽ പിന്നെ അവിടെ കിടക്കാമല്ലോ. കാശി പറയുന്ന കേട്ടപ്പോൾ ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഭാമിനിക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുമ്പോൾ വിനയനെ കണ്ടിട്ടാണ് രേണുക തിരിച്ചു വന്നത്. തലഭാഗം ഉയർത്തി വെച്ച് ചാരിക്കിടക്കുകയാണ് കാശി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവനെ കണ്ടപ്പോൾ ഉറങ്ങുകയാകുമെന്ന് കരുതി പതുക്കെ വാതിലടച്ചു രേണുക. എന്തായി പൊന്നാങ്ങളയ്ക്ക്? അമ്മയുടെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ കണ്ണു തുറന്ന് ചോദിച്ചു കാശി. നീ ഉറങ്ങിയില്ലേ? ഞാൻ കരുതി നീ ഉറങ്ങിക്കാണുമെന്ന്. ഒന്നും പറയണ്ട, കാൽപ്പത്തിക്ക് മുകളിലാണ് കമ്പി ഇട്ടിരിക്കുന്നത്. ഇപ്പൊ വേദന അറിയുന്നില്ല, തരിപ്പ് മാറിയാൽ എന്താകുമെന്നറിയില്ല. അവന് നല്ല സങ്കടമുണ്ട്. അതിലേറെ അഞ്ജലിക്ക് കരയുകയാണ്. വേദനിക്കും, എല്ലാവർക്കും വേദന ഒരുപോലെയാണമ്മേ. മനസ്സിന്റെയും ശരീരത്തിന്റെയും. അനുഭവിക്കാതെ പോകില്ല. കാശി പറയുന്ന കേട്ട് രേണുക അവനെ സൂക്ഷിച്ചു നോക്കി. കാശി, നിനക്ക് വിനയനോട് എന്തോ ഒരു പകയുള്ളതുപോലെയാണല്ലോ. നിന്നെ കൂട്ടുകാരനെ പോലെയാണ് അവൻ കൊണ്ടു നടന്നിട്ടുള്ളത്, അറിയോ? കൂട്ടുകാരനെ പോലെ കൊണ്ടു നടന്നിട്ട് ചങ്കിരതനെ കുത്തി. അതുകൊണ്ട് ചെറിയ പകയുണ്ടാകും അമ്മേ. കാശി, എന്താ നിന്റെ മനസ്സിൽ? കുറേയായി ഞാൻ കേൾക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പറ, എനിക്കറിയണം എല്ലാം. നീ എന്താണ് തുറന്നു പറയാൻ മടിക്കുന്നത്? വിനയൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? കാശിക്കടുത്ത് കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് ചോദിച്ചു രേണുക. അമ്മയുടെ സത്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാശിക്ക്. അമ്മയ്ക്കറിയണോ വിനയൻ എന്ത് തെറ്റാ എന്നോട് ചെയ്തതെന്ന്? അവൻ ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നോണ്ട് ചോദിച്ചു. അറിയണം. നീ പക കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് രേണുക ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. പറയാം, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ ആരോടും പറയരുത്. തൽക്കാലം ആരും അറിയരുത്. താൻ ആ നാട്ടിൽ നിന്ന് പോകാനുള്ള കാര്യവും ഇപ്പോൾ ഈ കിടപ്പ് കിടക്കാനുള്ള അവസ്ഥയും വിവരിച്ചു പറഞ്ഞു. എല്ലാം കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു രേണുക. ഏറെ അവരെ വേദനിപ്പിച്ചത് തന്റെ മകനെ വിനയൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മോനെ, നിനക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം അവനാണെന്ന്. പാവൻ ചന്ദ്രി, ആ മിണ്ടാപ്രാണി, അവൻ ദ്രോഹി. രേണുകയുടെ കണ്ണുകൾ ചുവന്നു. സീതയ്ക്കെല്ലാം അറിയാം. അവളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് പറയേണ്ടി വന്നു. അതാണ് അവൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. വിനയന്റെ കുടുംബം തകരാതിരിക്കാൻ ഞാനെന്ന് താന്ന മട്ടിൽ നിന്നത്. അപ്പോൾ അവൻ എൻ്റെ തലയിൽ കയറി നിരങ്ങുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആ കതിർ മണ്ഡപത്തിൽ വന്നപ്പോൾ തന്നെ എല്ലാവരുടെ സത്യങ്ങൾ വിളിച്ചു പറയാമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാമായിരുന്നു. സീതയോട് മാത്രം തുറന്നു പറയാൻ പറഞ്ഞതിനാണ് അവൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇനി അവൻ എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അവനെ വെറുതെ വിടരുത്. എല്ലാവരും അറിയട്ടെ. എൻ്റെ മോനെ എല്ലാവരും കൂടി ആട്ടിപ്പായച്ചു വിട്ടതല്ലേ? ആരെ തെറ്റ് ചെയ്തെന്ന് എല്ലാവരും അറിയട്ടെ. രേണുകയ്ക്ക് ദേഷ്യം വന്നു. കാശി എന്തോ ആലോചിച്ചുകൊണ്ട് ചാരിയിരുന്നു. സീതയുടെ നമ്പർ അറിയോ അമ്മയ്ക്ക്? അവൾ വന്നപ്പോൾ ചോദിക്കാൻ വിട്ടുപോയി. അറിയാമോനെ? രേണുക സീതയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പർ ഡയൽ ചെയ്ത് സീതപ്പെണ്ണെന്ന പേര് കയറ്റിയിട്ടവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പതുക്കെ എഴുന്നേറ്റ് വാതിലിന്റെ അടുത്തേക്ക് നടന്നു. നീ എവിടേക്കാ? കാശി വാതിൽ നിരക്ക് നടക്കുന്ന കണ്ട് ചോദിച്ചു രേണുക. ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട് വരാം, ദൂരേക്കൊന്നുമല്ല, പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നവൻ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ സീതയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് പിടിച്ചു. കാശിയുടെ വിവരങ്ങൾ അറിയാതെ ഒരു സമാധാനവും ഇല്ലാതെ കിടക്കുകയാണ് സീത. ദൃശ്യമോൾ അവളുടെ കൂടെയാണ് കിടക്കുന്നത്. അഞ്ജലി ഹോസ്പിറ്റലായതുകൊണ്ട് കുഞ്ഞ് സീതയുടെ കൂടെയാണ് കിടന്നത്. കാശിയുടെ ഫോൺ നമ്പർ വാങ്ങാതിരുന്നത് മണ്ടത്തരമായി എന്ന് കരുതിയിരിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. നമ്പർ ആയതുകൊണ്ട് ഒന്ന് സംശയിച്ച അവള് വീണ്ടും അടിച്ചപ്പോൾ ഫോൺ എടുത്തു. അവള് കുഞ്ഞു സംസാരം കേട്ട് ഉണർന്നാലോ എന്ന് കരുതി ജനാലയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ഫോൺ എടുത്ത് പതിഞ്ഞ ശബ്ദത്തിൽ ഹലോ പറഞ്ഞു. എന്താ നിന്റെ തൊണ്ടയിൽ സ്പീക്കർ അടിച്ചു പോയോ? കാശി ചോദിച്ചു കേട്ട് അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി. കാശി, ഞാനിപ്പോൾ വിചാരിച്ചതേയുള്ളൂ, നിന്റെ നമ്പർ വാങ്ങാതെ പോന്നത് മണ്ടത്തിലായല്ലോ എന്ന്. നമ്പർ എവിടെ ഒപ്പിച്ചു? എടി, എൻ്റെ അമ്മ ഇപ്പോൾ ഉള്ളത് നിന്റെ മുല്ലശ്ശേരി തറവാട്ടിലല്ലടി, ഈർക്കിലി വാരി. എൻ്റെ കൂടെയാ, അത് മറന്നോ നീ? കാശി കുറുമ്പോടെ ചോദിച്ചു. ഓ, ഞാനത് മറന്നു. അപ്പച്ചി തന്നതാകുമല്ലേ? നന്നായി. നിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ ആഗ്രഹിച്ച് നിന്നെ ഓർത്തി കിടക്കുമായിരുന്നു ഞാൻ. സീത പ്രണയത്തോടെ പറഞ്ഞു. അത് ശരി, എൻ്റെ സ്വരം കേൾക്കണമെന്നേ ഉള്ളൂ, കാണണമെന്നില്ല അല്ലേ? പ്രണയം വാക്കുകൾ നിറച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ച അവനും. ഇപ്പം നിന്നെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയില്ലല്ലോ കാശി, സീത ചോദിച്ചു. ഇപ്പം പറ്റില്ല, ഞാൻ ഹോസ്പിറ്റലല്ലേ. നാളെ അവിടെ വന്നിട്ട് ഒരു കൈ നോക്കാം. നിനക്കെന്നെ കാണുന്നു തോന്നിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ നിമിഷം ഞാൻ അവിടെ എത്തിയിരിക്കും, ആരും അറിയാതെ.
കാശി പറഞ്ഞു. ആരും അറിയാതെ വരാൻ നീ എന്താ ഗന്ധർവനാണോ? സീത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഞാനൊരു ഗന്ധർവനാണ്, സീതയുടെ മാത്രം ഗന്ധർവൻ. കാശി പറയുന്ന കേട്ടപ്പോൾ ചിരിച്ചു പോയി സീത. അവളുടെ സംസാരം നീണ്ടുപോയി. ജനാലയുടെ തിണ്ണയിലിരുന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു സീത. ആ ഇരുട്ടിലും വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് തോന്നിപ്പോയി സീതയ്ക്ക്. സീതേ, ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ, നിന്നെ താല് കെട്ടി കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയെന്ന് മാത്രം. പക്ഷെ നീ ടിസ്റ്റ് ഇട്ടല്ലോ. എന്നെ കണ്ട മാത്രയിൽ എൻ്റെ കൂടെ വരുമെന്ന എൻ്റെ പ്രതീക്ഷ അപ്പാട് തകിടം മറിഞ്ഞു. ഇനി ഈ കളി എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയില്ല. ആരെയും വേദനിപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു എനിക്ക്. നിന്റെ ആ ഇതിനൊക്കെ കണ്ടില്ലേ കാശിയെ തൊട്ടവർക്ക് പണി കിട്ടുന്ന വഴി. നേർക്ക് നേരെ ഇനി അവരൊന്ന് കാണണമെങ്കിൽ മാസങ്ങളെടുക്കും. അപ്പോഴേക്കും അവനുള്ള വെടിമരുന്ന് എത്തിയിരിക്കും ഇവിടെ. കാശി പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും സീതയുടെ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്ന ദൃശ്യം മുകളിൽ ഉടക്കി നിന്നു. സീത കേൾക്കുന്നില്ലേ? കാശി ഫോണൊന്ന് എടുത്തു നോക്കി. സീത ലൈനില്ലേ എന്ന് ഉറപ്പ് വരുത്തി വീണ്ടും കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉവ്വ് കാശി, ദൃശ്യ ബേബി എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ഞാൻ മോളെക്കുറിച്ച് ഓർത്തുപോയി. ഒന്നും അറിയാത്ത അവരൊക്കെ എല്ലാം അറിയുമ്പോൾ അഞ്ജലി മേമയും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് സീത മുഴുവനും പറയാതെ നിർത്തി. ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് മറ്റാരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിന്നോടെങ്കിലും എല്ലാം തുറന്നു പറയാൻ ഞാൻ അവനോട് പറഞ്ഞതാ. അവനതും പറ്റില്ല. കാശിയെ ഉടലോടെ സ്വർഗത്തിൽ പറഞ്ഞു വിടാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. സീതേ, ഞാൻ പൊട്ടനായതുകൊണ്ടല്ല അവനെ വെറുതെ വിട്ടത്. വെറുതെ അവൻ്റെ ജീവിതം കുളം തോണ്ടണ്ട എന്ന് കരുതി മാത്രമാണ്. കാശിക്ക് പേര് കിട്ടി, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ നിന്നെ വസുവിനെ കൊണ്ട് കെട്ടിക്കാന്ന അവൻ്റെ വിചാരമുണ്ടല്ലോ, അതങ്ങ് തീർത്തു കൊടുക്കും ഞാൻ. കണ്ടല്ലോ, കാശി ഇവിടെ കിടന്നാൽ മതി. വസുവും അവൻ്റെ അച്ഛനും ഓടുന്നത് കണ്ടോ? അതാണ് കാശിയുടെ പവർ. ഷർട്ടിൻ്റെ കോളർന്ന് പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു കാശി. അതെനിക്ക് മനസ്സിലായി. നിന്നെ രക്ഷിക്കാൻ നീ മാത്രമല്ലെന്ന്. എടി പെണ്ണേ, കാശിയെ രക്ഷിക്കാൻ ചിലപ്പോൾ പരമശിവൻ നേരിട്ട് അവതരിക്കും. അതൊന്നും നിന്റെ മറ്റവൻ അറിയില്ല. കാശിയുടെ അവൻ്റെയൊക്കെ കളി. അവൻ്റെ മുത്തച്ഛനെ വിറ്റ കാശുണ്ട് കാശിയുടെ പോക്കറ്റിൽ. അല്ല പിന്നെ. ചുണ്ട് കോട്ടിന്ന് ചിരിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഓ, സമ്മതിച്ചു പോനെ. സീത ചിരിയോടെ പറഞ്ഞു. ശരി, എന്നാ പിന്നെ ടീച്ചറമ്മ കിടക്കാൻ നോക്ക്. നാളെ കാണാം. അതെ, ഡോക്ടർ പറഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. വെറുതെ ഇൻഫെക്ഷൻ ആക്കരുത്. അതൊക്കെ ഞാൻ നോക്കാം. ഇനി ഇവിടെ കിടന്ന് എനിക്ക് ശ്വാസം മുട്ടും വേണേ. കാശി പറഞ്ഞതിനൊന്നും മോളി സീത. ശരി വേണേ, ഉറങ്ങിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. സീത പറയുമ്പോൾ കാശിന്ന് ഇടത് കൈ കൊണ്ട് നെഞ്ചിലിടിച്ചു. ഓ, ഗുഡ് നൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അവൻ്റെ വാക്കുകൾ നിരാശ മനസ്സിലായി സീതയ്ക്ക്. പിന്നെ എന്ത് വേണം എൻ്റെ കാശിനാഥന്? കുസൃതിയോടെ ചോദിച്ചു സീത. അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ വെച്ചിട്ട് പോടിപ്പില്ലേ. കാശിക്ക് ദേഷ്യം വന്നു. ഹേയ്, ചൂടാവല്ലേ കാശിക്കുട്ടാ, എൻ്റെ മുത്തലേ. അവളുടെ വാക്കുകൾ പ്രണയം നിറഞ്ഞു. അതിൻ്റെ ഫലമായി കവിളിൽ നാണത്തിന് ചുവപ്പ്. എന്നാ പിന്നെ ഒരു ഉമ്മ താടി. ഇതൊക്കെ ചോദിച്ചിട്ട് വേണോ? കാശി കൺപോളകൾ ചേർത്ത് അടച്ചുകൊണ്ട് നിന്നു. അത് പിന്നെ സീത ചമ്മലോടെ പറഞ്ഞു. ഒന്ന് താടി, കൊതി കൊണ്ടല്ലേ. നിന്നൊന്ന് പ്രണയിക്കാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. ഒന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് കാശി. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലമൊക്കെ. കാശി അത് പറയുമ്പോൾ കുളിരി കോരി സീതയ്ക്ക്. അതെ, ഇനി പ്രണയകാലാണ് കാശിക്ക് സീതയ്ക്കും. ഉമ്മ. സീത ഫോൺ ചുണ്ടോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാശി കണ്ണുകളടച്ച് ആ ചുമരം മേറ്റ് വാങ്ങി. അതെ, ഇതിനൊരു പ്രത്യേക ഫീലാണ്. കീച്ചുണ്ടെന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞവൻ. ഒന്ന് പോ കാശി, ഞാൻ വെക്കുക. നാണത്തിൽ പൊതിഞ്ഞ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു സീത. പുറത്തെ നിലാവിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ കാശിയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. സീതയുടെ ചുംബനം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു കാശി. സീതയുടെ മുഖം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നവൻ ചെറുചിരിയോടെ. മുറിവ് വലിയുന്നതിന്റെ വേദനയെല്ലാം മറന്നിരുന്നു അവൻ. രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ വീട്ടിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചു കാശി. ഒടുവിൽ ചെക്ക് ചെയ്ത് ഡിസ്ചാർജ് എഴുതി ഇതിൽ സെറ്റിൽ ചെയ്ത അമ്മ വന്നപ്പോൾ ഭാമിനിയുടെ ഡ്രൈവറെ വിളിച്ചു വരാൻ പറഞ്ഞു കാശി. അമ്മേ, നമുക്ക് അമ്മയുടെ കുഞ്ഞാങ്ങളെന്ന് പോയി കണ്ടിട്ട് വരാം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാശി ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് പറഞ്ഞു. അവനെ പോയി കാണാനോ? വേണ്ട. അമ്മയുടെ മുഖത്തെ ദേഷ്യം മനസ്സിലായി കാശിക്ക്. അമ്മേ, വിനിന്റെ കിടപ്പ് എനിക്കൊന്ന് കാണണം. എന്നെ പുതപ്പിച്ച് കിടത്താൻ ആളെ ഏർപ്പാട് ചെയ്തതല്ലേ. കാണാൻ ഒരാഗ്രഹം. അത് മാത്രമല്ല, കാണാതെ പോയാൽ എല്ലാവർക്കും സംശയം തോന്നും. ഇപ്പോൾ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. അവനുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ നെല്ലിക്കൽ ഭാമിനി. വരട്ടെ, സമയമുണ്ട്. ചന്ദ്ര ഇവിടേക്ക് തന്നെ വരണം. അവൾക്ക് സംസാരശേഷി ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ വിനിന്റെ അടിപാത്രം നെരിപ്പോടിൽ എന്നതുപോലെ നീറണം അവനിനി. എന്നോട് ചെയ്തതിന് പകരം ചോദിക്കുന്നത് ഞാൻ ആകില്ല, ദീപൂട്ടനായിരിക്കും. കാശി ഷർട്ടിന്റെ കൈ മുട്ടിന് മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ കാശിയുടെ ഫോൺ റിംഗ് ചെയ്തു. ഫാമിനിയായിരുന്നു. ചന്ദ്രയുടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അവനെ ധരിപ്പിക്കാൻ. കാശി, നമ്മൾ കരുതിയതുപോലെ അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല കേട്ടോ. മെഡിസിൻ മതി, ഓക്കെ ആകുമെന്നാണ്. അവളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം അവിടെ ചെയ്തതിനേക്കാൾ ഡിഫറൻ്റ് ആണ്.
ഒരു പക്ഷേ വിനയനുള്ള തിരിച്ചടിയായിരിക്കും അവളുടെ മാറ്റം. ഡോക്ടർ പറഞ്ഞത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറുവശത്തുനിന്നും കേട്ട വാർത്തയിൽ കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, അങ്ങനെയൊന്നും നമ്മളെ കൈവിടില്ല ഭഗവാൻ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവരെ അങ്ങനെയൊന്നും ശിക്ഷിക്കില്ല. നമ്മുടെ മാർഗം സത്യമുള്ളതാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശബ്ദം ഇടറിപ്പോയവൻ്റെ അതെ, ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർക്ക് പോലും റിപ്പോർട്ടിലെ മാറ്റം വിശ്വാസം വന്നില്ല. ആദ്യം വീണ്ടും ടെസ്റ്റുകൾ ചെയ്തു. മൈന്യൂട്ടായി എന്നാണ് ഇപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് മാറിപ്പോയതാകുമോ എന്ന് പോലും സംശയിച്ചു ഡോക്ടർ. എന്തായാലും ഉള്ളൊരുക്കി അവളെ വിളിച്ചു കാണും, തൻ്റെ മോന് വേണ്ടി. ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞവരാണ് ഞാൻ. ദീപുമോന് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അതിനുള്ള ഫലം കിട്ടിയിരിക്കുന്നു. എന്നാൽ പിന്നെ വൈകണ്ട, പോന്നേക്ക്. പിന്നെ അവൾ എന്തു പറഞ്ഞു നാട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ? കാശി അന്വേഷിച്ചു. ആദ്യം സമ്മതിച്ചില്ല. അവസാനം നിന്നോട് അവർ ചെയ്ത ചതി പറയേണ്ടി വന്നു. അവളോട് ചെയ്തത് അവൾക്ക് മറക്കാൻ കഴിഞ്ഞെങ്കിലും നിന്നെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു അവൾക്ക്. നിനക്ക് വേണ്ടി എവിടെയും വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാനും കാത്തിരിക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടി. നിന്നെ ഇല്ലാതാക്കാൻ അവൻ എപ്പോൾ ചിന്തിച്ചു തുടങ്ങിയോ അവിടെ തുടങ്ങി അവൻ്റെ പതനം. ഭാമിനി ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. കേട്ട വാർത്ത ശുഭമാണ്. വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതിനു മുൻപ് അവനെ ഒന്ന് പോയി കാണാൻ പോകുന്നു. അവൻ്റെ കിടപ്പൊന്ന് കാണാം, വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ രേണുകയമ്മയ്ക്കും സന്തോഷമായി. മോനെ, വൈകിട്ട് ക്ഷേത്രത്തിലൊന്ന് പോകണം. കുറച്ച് വഴിപാട് ചെയ്യാനുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. ആശ്വാസമായി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവർ. സീതയെ ഉച്ചയ്ക്ക് വിളിച്ചു പറയാം, ഇപ്പം ക്ലാസ്സിലായിരിക്കും. കാശി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു വിനീനെ കാണാൻ. കാശി റൂമിൽ ചെല്ലുമ്പോൾ ഹരിമാമയും അഞ്ജലിയും ഉണ്ട് റൂമിൽ. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റ് പൊക്കി വെച്ചിട്ടുണ്ട്. കാലിൽ വലിയ കെട്ടാണ്. അവനെ കണ്ടപ്പോൾ വിനീൻ്റെ മുഖം വിളറി വെളുത്തു. ഒന്ന് അനങ്ങാൻ ശ്രമിച്ചപ്പോൾ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിയുന്നത് കണ്ടു കാശി. എൻ്റെ മഹാദേവ, എന്താ ഞാൻ ഈ കാണുന്നത്? നല്ല വേദനയുണ്ടല്ലേ? കഷ്ടമായിപ്പോയി. എന്നാലും നമുക്ക് രണ്ടു പേർക്കും ഒരേ സമയം ഹോസ്പിറ്റൽ വാസം അനുഭവിക്കാൻ യോഗമുണ്ട്. ഇനി എന്തൊക്കെ യോഗമാണോ വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഇപ്പൊ കഷ്ടകാലമായിരിക്കും, അത് അവസാനിച്ചാൽ രാജയോഗമായിരിക്കും അല്ലേ വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ആ രാജയോഗത്തിന് വേണ്ടി, അല്ലേ കുഞ്ഞുമാമ? മീശയൊന്ന് തടവിക്കണ്ട അർത്ഥം വെച്ച് വിനയനെ നോക്കി പറഞ്ഞു കാശി. കാശി പറയുന്ന ഓരോ കാര്യങ്ങളും വിനയന്റെ ഹൃദയത്തിലാണ് പതിഞ്ഞത്. കാശി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നത് അവനെ ആകെ തളർത്തി. എന്താ ഡോക്ടർ പറഞ്ഞത്? ഹരി അവന്റെ അടുത്തേക്ക് നീങ്ങിന്നുകൊണ്ട് ചോദിച്ചു. ഇന്നലെ കൊണ്ട് എനിക്കിവിടെ പൂർത്തി മതിയായി. ഡിസ്ചാർജ് വാങ്ങി. മുറിവ് ആഴത്തില്ലല്ലോ. അല്ലെങ്കിലും കാശിയുടെ നെഞ്ചിൻ കൂട് പിളർത്താനുള്ള കത്തിയൊന്നും അവന്മാരുടെ കയ്യിലില്ലായിരുന്നല്ലോ. വിനയനെ ദഹിപ്പിക്കുന്ന തരത്തിലൊന്ന് നോക്കിയവൻ. വിനയൻ കിടന്ന കിടപ്പിൽ വിയർത്തു. എന്തെങ്ങനെ വിയർക്കുന്നത്? ഫാൻ ഫുള്ളിലാണല്ലോ. അഞ്ജലി ചോദിച്ചു കേട്ട് കാശി പറഞ്ഞു. വിയർക്കും മാമി, ഇനി വിയർക്കാൻ പോകുന്നതേയുള്ളൂ. അതൊന്നും ആയില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. കാശി എല്ലാരെയും ഒന്ന് നോക്കിയിട്ട് മുറി വിട്ടിറങ്ങി. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, ചേച്ചി ഒറ്റയ്ക്കല്ലേ? അഞ്ജലിയോട് പറഞ്ഞിട്ട് ഹരിയും കാശിക്ക് പിന്നാലെ പോയി. കാശി, ഞാനും വരുന്നു. വണ്ടി ഉണ്ടോ പോകാൻ? ഞാൻ കൊണ്ടാക്കി തരാം. ഹരി അവനോടൊപ്പം ഓടി എത്തിക്കൊണ്ട് പറഞ്ഞു. ഏയ് വേണ്ട മാമേ, ഡ്രൈവർ വന്നിട്ടുണ്ട്. റൂമിന് മുന്നിൽ രേണുക നിൽക്കുന്നുണ്ട്. ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് കരുതിയില്ല. വണ്ടിയിൽ വിട്ടു തരാമെന്ന് പറയുകയായിരുന്നു ഞാൻ. ചേച്ചിയോട് പറഞ്ഞു ഹരി. അതിന്റെ ആവശ്യമില്ല, ഡ്രൈവർ വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചു. രേണുക പറഞ്ഞു. മാമൻ അങ്ങോട്ട് ചെല്ലും, അവിടെ അഞ്ജലി തന്നെയാണല്ലോ. കാശി പറഞ്ഞപ്പോൾ ഹരി തിരികെ പോയി. കാശിയും അമ്മയും വീട്ടിലേക്കും. കാർ വന്നത് കണ്ടപ്പോൾ തന്നെ ശാന്ത ചേച്ചി ഓടി വന്നു. അമ്മേ, ഇനി കൈലാസത്തിലെ വിളക്കായിരിക്കണം അമ്മ. കാറിൽ നിന്നിറങ്ങി കാശി അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ വിളക്കാകേണ്ടത് സീതയാണ്. അവളാണ് ഈ വീടിന്റെ ഐശ്വര്യം. എന്നെ അവളെ ഏൽപ്പിച്ചിട്ട് അമ്മ എന്താ കാശിക്ക് പോകാനുള്ള പ്ലാനാണോ? രേണുക മുഴുവനാക്കുന്നതിന് മുൻപ് കാശി ചോദിച്ചു. അതല്ല മോനെ, ഇതുവരെ നീ എവിടെയാണെന്ന് അറിയാത്ത സങ്കടത്തിലായിരുന്നു ഞാൻ. ഇപ്പം നീ തിരികെ എത്തി. നിനക്കൊരു കുടുംബമായി കാണണമെന്ന് അതിയെ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ. കൈലാസം നല്ല പേര്, കാശിനാഥന്റെ കൈലാസം. അമ്മ പരിസരം ആകെ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ എല്ലാവരും കൂടി സന്തോഷമായി കഴിയണമെന്നായിരുന്നു എനിക്ക്. അമ്മയുടെ കുഞ്ഞാങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. എൻ്റെ കയ്യിൽ നിന്നും എല്ലാം പോയി. ഇതുവരെ മിണ്ടാതിരുന്ന നെല്ലിക്കൽ ഭാമിനി എൻ്റെ നോവിന് പകരം ചോദിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായോ ഇപ്പോൾ അവരുടെ മനസ്സിലെ നന്മ? എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അച്ഛനോടുള്ള അവരുടെ സ്നേഹത്തിൽ കളങ്കമില്ലാത്തത് കൊണ്ട് മാത്രം. അത് തിരിച്ചറിയാൻ നമ്മളാണ് വൈകിയത്. കാശി പറയുന്നത് കേട്ടപ്പോൾ രേണുകയുടെ മുഖം മാറി. അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ ധാരണകൾ തെറ്റായിരുന്നു. അച്ഛനോട് അവർക്കുണ്ടായിരുന്നത് ആത്മാർത്ഥ സ്നേഹമാണ്. ചിലർ അങ്ങനെയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കും. അതെ, നിന്റെ അച്ഛനെ മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ സഹായം വേണ്ടി വന്നു. കൂടെ കഴിഞ്ഞിട്ടും നിന്റെ അച്ഛനെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ചുറ്റും നിന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ എന്താ സത്യമെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പിരിക്കാൻ തന്നെയാണ് ചുറ്റും നിന്നവർ ശ്രമിച്ചതും.
കൂട്ടിച്ചേർക്കാൻ ആരും ഉണ്ടായതുമില്ല. നെടുവീർപ്പട പറയുന്ന അമ്മയെ ചേർത്ത് പിടിച്ചു കാശി. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്വർഗം ഇതാണ്. സങ്കടങ്ങൾക്ക് ആ പടിക്ക് പുറത്ത് ഉപേക്ഷിക്കാം. നമുക്ക് വലതുകാലം വെച്ച് അമ്മ വാ. ചേച്ചി കാറിൽ സാധനങ്ങൾ എടുത്തു വെച്ചോ. അമ്മയാണ്, മനസ്സിലായോ? ഓവ് മോനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? എന്നാലും ആരാ മോനെ നിന്നോട് ഇങ്ങനെ ചെയ്തത്? ആളും മറിയതായിരിക്കും, പൂരമായിരുന്നല്ലോ. എനിക്ക് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. കാശി തമാശ രൂപേണ പറഞ്ഞു. ഇത്രമേ ആയത് ദൈവാധീനം. നാരായണേട്ടൻ പറഞ്ഞു ഇന്ന് മിക്കവാറും വരുമെന്ന്. ഭാമിനി കുഞ്ഞ് വിളിച്ചിരുന്നു. രാവിലെ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ട്. രേണുകമ്മയും ഉണ്ടാകും ഇനി കൂട്ടിന് എന്നും പറഞ്ഞു. അത് ശരി, അപ്പൊ ചേച്ചിയെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അമ്മയുടെ ബാഗ് താഴെ റൂമിൽ വെച്ചേക്ക് പറഞ്ഞുകൊണ്ട് അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് സീറ്റോളിലേക്ക് കയറിയവൻ കാശി പറഞ്ഞ പോലെ വലതുകാൽ വെച്ച് തന്നെ കയറി രേണുക സന്തോഷം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, ഇത് അമ്മയുടെ സന്തോഷ കണ്ണുനീറാണെന്നറിയാം. എന്നാലും പറയുകയാണ്, നമ്മുടെ കൈലാസത്തിൽ ആരുടെയും കണ്ണുനീർ വീഴുന്നത് എനിക്കിഷ്ടമല്ല. രേണുകയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അമ്മയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആ നെറ്റിൽ അമർത്തിയൊന്ന് ചുംബിച്ചവൻ. മണി ബുള്ളറ്റ് പണി കഴിഞ്ഞെങ്കിൽ കൊണ്ടുപോകണം കേട്ടോ. ഭാമിനിയെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചേച്ചി, മണിക്ക് ഫുഡ് കൊടുക്ക്, കാശി പറഞ്ഞു. മുറിവ് നനയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു ചൂടുവെള്ളം കൊണ്ട് അവൻ്റെ ദേഹം തുടച്ചു കൊടുത്തു രേണുക. രേണുകയും കുളി കഴിഞ്ഞു വന്നു. രണ്ടാളും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു. സമയം 3 മണി കഴിഞ്ഞിരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കയറി കാശി. മുകളിലെ പടിയിൽ നിന്ന് താഴേക്കൊന്ന് നോക്കി. അമ്മയും ചേച്ചിയും കിച്ചണിലേക്ക് പോകുന്ന കണ്ട് നേരെ ബാർ സെറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് കയറി. തൻ്റെ ശരീരവേദന മാറാനുള്ള ഒറ്റമൂലി തേടി. ഒരു സ്മോൾ അടിച്ചിട്ട് ഒന്നറിയാത്തതുപോലെ ബെഡ്റൂമിലേക്ക് നടന്നു. പില്ല ഉയർത്തി വെച്ച് കിടന്നവൻ നെഞ്ചിന് കുറുകെ വെച്ച് കെട്ടിയിരിക്കുന്നത് കൊണ്ട് തൻ്റെ ഇഷ്ടത്തിന് കിടക്കാൻ പറ്റാത്ത ആവശ്യമുണ്ടായിരുന്നു അവന്. പില്ലോ കെട്ടിപ്പിടിച്ച് കമഴ്ന്ന് കിടന്ന് ഉറങ്ങാനാണ് അവനേറെ ഇഷ്ടം. ഒന്ന് മയങ്ങിപ്പോയി കാശി.